നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഒരു സഞ്ചാരിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിട്ടതിനെ തുടർന്ന് നിലവിലെ ദൗത്യം പാതി വഴിയിൽ അവസാനിപ്പിക്കാൻ നാസ തീരുമാനിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മെഡിക്കൽ എമർജൻസി കാരണം സഞ്ചാരികളെ അടിയന്തരമായി തിരികെ വിളിക്കുന്നത്. ക്രൂ 11 ദൗത്യത്തിലെ 4 അംഗങ്ങളും വരും ദിവസങ്ങളിൽ ഭൂമിയിൽ തിരിച്ചെത്തും. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ക്രൂ 11 സംഘം ബഹിരാകാശത്തെത്തിയത്. ഫെബ്രുവരി അവസാനം വരെ തുടരേണ്ടിരുന്ന ദൗത്യമാണ് ഇപ്പോൾ ഒരു മാസം മുമ്പേ അവസാനിപ്പിക്കുന്നത്. ശബരിമല സന്നിധാനത്തെ ശ്രീകോവിൽ സ്വർണം മോഷ്ടിച്ചുവെന്ന കേസിൽ മുഖ്യതന്ത്രി കണ്ഠർ രാജീവർ അറസ്റ്റിലായി. പ്രത്യേക അന്വേഷണ സംഘം 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിലെ 13ാം പ്രതിയാണ് ഇദ്ദേഹം. 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് സ്വർണം കടത്താൻ തന്ത്രി ഗൂഢാലോചന നടത്തിയെന്ന് SIT കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ തിരിച്ചറിയൽ രേഖയായ ആധാറിന് ഇനി മുതൽ പുത്തൻ മുഖം. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ആധാറിന്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് തൃശൂർ സ്വദേശിയായ അരുൺ ഗോകുലാണ്. ദേശീയ പതാകയുടെ നിറങ്ങളിലുള്ള സ്കാർഫ് ധരിച്ച ചുവന്ന പാന്റും ക്രീം കളർ ടീഷർട്ടും ധരിച്ച ഒരു ആൺകുട്ടിയുടെ രൂപമാണ് അരുൺ ഡിസൈൻ ചെയ്തത്. ന്യൂസിലാൻഡിനെതിരായ 3 മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. ഗുജറാത്തിലെ വഡോദരയിലുള്ള BCCA സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം. 2027 ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾക്ക് ഈ പരമ്പരയോടെ തുടക്കമാകും. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വീണ്ടും കളത്തിലെത്തുന്നതിന്റെ ആകാംക്ഷയിലാണ് ആരാധകർ. പരിക്കിനെ തുടർന്ന് വിട്ടുനിന്ന ശ്രേയസ് അയ്യർ, മുഹമ്മദ് സിറാജ് എന്നിവർ ടീമിലേക്ക് തിരിച്ചെത്തുന്നു. തിരുവനന്തപുരത്ത് പള്ളിച്ചലിൽ നിർത്തിയിട്ട ബൈക്കിൽ ലോറി ഇടിച്ച് യുവാവും യുവതിക്കും ദാരുണാന്ത്യം. വിഴിഞ്ഞം സ്വദേശി അമൽ, ആലപ്പുഴ സ്വദേശി ദേവിക എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെ പള്ളിച്ചലിൽ സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിന് പുറകിലേക്ക് ലോറി വന്നിടിക്കുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.